പ്രണയസാഗരം അധ്യായം 31 അവസാന ഭാഗം. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച റഫീഖ് ഫോണെടുത്ത് മെഹറുവിനെ വിളിച്ചു. എന്താ അളിയ? മോനെ ഒന്ന് വാടാ, അവിടെ ബാത്റൂമിൽ വീണ് കിടക്കുക. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, കുഞ്ഞും കരച്ചിലാണ്. ഫോൺ കട്ട് ചെയ്തതും നൂറയും മെഹറുവും പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ അപ്പോഴേക്കും സുറുമിയെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തിയിരുന്നു. അവളുടെ നെറ്റി മുറിഞ്ഞ് ചോര ഒഴുകുന്നുണ്ടായിരുന്നു. എന്താടി, എന്തുപറ്റി? മെഹ്റു അവളോട് ചോദിച്ചു. എടാ, എന്തോ തല കറങ്ങിയ പോലെ, പിന്നെ പിടിച്ചതും ചുമരിലെ കണ്ണാടിയായിപ്പോയി. അതും വീണു, ഞാനും വീണു. നിനക്കെന്തെങ്കിലും വെള്ളം വേണോ? എന്തെങ്കിലും കുടിക്കാൻ തോന്നുന്നുണ്ടോ? നൂറ വേഗം അടുക്കളയിലേക്ക് പോയി ഉപ്പിട്ട നാരങ്ങ വെള്ളം കലക്കാൻ നോക്കി. തൊട്ടു പുറകിൽ കുഞ്ഞിപ്പാത്തുവും എത്തി. നൂറയുടെ ചുരിദാറിൽ പിടിച്ച് അവൾ കൗതുകത്തോടെ അവളെ നോക്കിക്കൊണ്ടിരുന്നു. പിഴുത ചെറുനാരങ്ങയുടെ തൊണ്ട് പാത്തുവിൻ്റെ കയ്യിൽ കൊടുത്തു. അവളത് നാവിലേക്ക് വെച്ച് പുളിപ്പ് പ്രകടിപ്പിച്ചു. നാരങ്ങ വെള്ളത്തിൽ കുറച്ച് അവളുടെ ചുവന്ന ചെറിയ കപ്പിൽ കൊടുത്തപ്പോൾ അവൾ പതിയെ അതകത്താക്കി. സുറുമിക്ക് വെള്ളം കൊടുത്തപ്പോൾ കൗതുകത്തോടെ അപ്പോഴും നൂറയെ തന്നെ നോക്കുകയാണ് കുഞ്ഞിപ്പാത്തു. ഇതാരാ പൊന്നെ? സുറുമി ചോദിച്ചു. അവൾ നാണത്തോടെ സുറുമിയുടെ പിന്നിൽ ഒളിച്ചു. രക്തം ശരിക്കും നിൽക്കുന്നുണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ പോകാളിയ, വണ്ടി ഇറക്കിക്കോ, മെഹ്റു പറഞ്ഞു. സുറുമി ഒരു പർദ്ദ എടുത്തണിഞ്ഞു കാറിൽ കയറി. കുഞ്ഞിപ്പാത്തു അപ്പോഴേക്കും നൂറിയുടെ തോളത്തു സ്ഥാനം പിടിച്ചിരുന്നു. ഹോസ്പിറ്റലിലെത്തിയ മെഹ്റുവിനെ നോക്കി അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ ചിരിച്ചു കാണിച്ചു. പെട്ടെന്ന് തന്നെ സുറുമിക്ക് ഛർദിയും തുടങ്ങി. ഫുഡ് ഇൻഫെക്ഷൻ വല്ലതും? മെഹ്റു സംശയം പ്രകടിപ്പിച്ചു. സുറുമിയെ നീണ്ട പരിശോധനയ്ക്ക് ശേഷം റഫീഖിനെയും മെഹ്റുവിനെയും വിളിപ്പിച്ചു. എന്താണ് ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മെഹ്റു വലിയ ബേജാറിലായിരുന്നു. ഉണ്ട്, വലിയ ബേജാറുണ്ട്. ഒരു 8-9 മാസം കഴിഞ്ഞിട്ട്. ഡോക്ടർ റഫീഖിന് നേരെ കൈനീട്ടി. അഭിനന്ദനങ്ങൾ, താങ്കളുടെ ഭാര്യ ഗർഭിണിയാണ്. എന്തു പറയണമെന്നറിയാതെ തരിച്ചു നിന്നുപോയി റഫീഖ്. ഹലോ, റഫീഖിൻ്റെ ഭാവവ്യത്യാസം കണ്ട് ഡോക്ടർ വിളിച്ചു. മനസ്സിലായി ഡോക്ടർ. എന്തു മനസ്സിലായി എന്ന്? എന്തായാലും വളരെ ശ്രദ്ധിക്കണം. വൈകിയ ഗർഭധാരണമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. സുറുമി വലിയ സന്തോഷത്തിലായിരുന്നു. അളിയന് അവാർഡ് കിട്ടിയ പവറായിരുന്നു. സഹപ്രവർത്തകർക്ക് ബാക്കിയുള്ളവരുടെ മുന്നിലും അഭിമാനത്തോടെ പറയാനുണ്ട് കാരണം. അളിയ, ഇനി അങ്ങോട്ട് പോകണ്ട, നമുക്ക് തറവാട്ടിൽ പോയാൽ പോരെ? അത് വേണോ മോനെ? വേണോ അളിയ? ഇനി അങ്ങനെ എങ്ങനെ നിന്നാൽ ശരിയാവില്ല. വളരെ ശ്രദ്ധിക്കണം. ഇപ്പോഴാകുമ്പോൾ സുറുമിയുണ്ടല്ലോ. എന്നാൽ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ മെഹ്റു. ആശുപത്രിയിൽ നിന്നും നേരെ വീട്ടിലേക്ക്. അവിടെ ഉമ്മറക്കോനായിൽ എങ്ങോട്ടോ നോക്കി ഉപ്പ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെയായി മാത്രമുള്ള അരണ്ട വെളിച്ചം. ഉമ്മ, മെഹ്റു ഉറക്കെ വിളിച്ചു. എന്താടാ, എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? പുറത്തേക്ക് ഇറങ്ങി വന്ന ഉമ്മ ആളുകളെ കണ്ട് ഞെട്ടിപ്പോയി. സുറുമയും നൂറയും പിന്നെ നൂറയുടെ കയ്യിൽ കുഞ്ഞിപ്പാത്തും റഫീഖും എല്ലാവരും ഉണ്ടായിരുന്നു. ഉപ്പാൻ്റെ മുറുക്കാൻ ചെലത്തിൽ നിന്നും വെറ്റിലെടുത്ത് ചുണ്ണാമ്പും പുകയിലയും അടക്കലയും ചേർത്ത് വായിലേക്കിട്ട് ഉപ്പാരെയൊന്ന് നോക്കി. എന്താ, നിങ്ങളെന്തേലും അറിഞ്ഞോ? എന്താടാ മോനെ, നിങ്ങൾ വീണ്ടും വല്യപ്പ ആവാൻ പോകുന്നു. സുറുമിക്ക് വിശേഷമുണ്ട്. ഉപ്പയ്ക്ക് വലിയ സന്തോഷമായി. ഡീ, എന്താ മനുഷ്യ, എന്തിനാ വിളിച്ചു പോകുന്നേ? എടീ, നീ അറിഞ്ഞോന്ന്? എന്ത്? നമ്മൾ വീണ്ടും വല്യപ്പയും വല്യമ്മയും ആകാൻ പോകുന്നു. നമ്മളെ സുറുമിക്ക് വിശേഷമുണ്ടെന്ന്. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാ. മുകളിൽ ഒരുത്തനുണ്ടല്ലോ, അവൻ കാണാതിരിക്കില്ലല്ലോ എന്ന്. കുഞ്ഞിപ്പാത്തുവിൻ്റെ വ്യത്യാസമാണ് വലിയ വ്യത്യാസമായി തോന്നിയത്. അവൾ നൂറയുടെ പുറകിൽ നിന്നും മാറാത്തതുപോലെ. നൂറ അവളുടെ കുട്ടികളിൽ നിന്നെല്ലാം എന്തെല്ലോ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ മാത്രം അവൾ വല്ലാതെ നാണം കുടുങ്ങിയാവും. രാത്രിയിൽ സുറുമയുടെ കൂടെയാണ് കിടത്തുമെങ്കിലും ഈയിടെയായി സുറുമയുടെ അടുത്ത് കിടത്തുന്നില്ല. രാത്രിയിൽ ഒരു ചവിട്ടിനുള്ള സാധ്യത കുറയ്ക്കാൻ പറ്റില്ലല്ലോ. നൂറയുടെ കൂടെയുള്ള കമ്പനി അവൾക്ക് വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. നൂറയുടെ വാലിൽ തൂങ്ങി അവളങ്ങനെ നടക്കും. കുളിക്കാനും പഠിപ്പിക്കാനും കണ്ണെഴുതി കൊടുക്കാനും എല്ലാത്തിനും അവൾ തന്നെ വേണം. നൂറ എന്ന് തന്നെയാണ് കുഞ്ഞിപ്പാത്തുവും വിളിച്ചിരുന്നത്. നൂറയ്ക്ക് അതിൽ വലിയ പരിഭവമൊന്നും ഉണ്ടായിരുന്നില്ല. അവളൊരു പുതിയ ലോകത്തായിരുന്നു. ഇതൊക്കെ ആസ്വദിക്കുകയായിരുന്നു. ഒരു കാന്താരിക്കുട്ടി തന്നെയാണ് പാത്തു എന്നതിന് ഒരു സംശയമില്ല. ശരിയും തമാശയും എല്ലാം ഒരു നേരംകൊല്ലികളായിരുന്നു. അല്പം അവളോട് തെറ്റിയാൽ എന്നാലും നുള്ളാനും പിച്ചാനും ഒക്കെയായി എവിടെയെങ്കിലുമൊക്കെ എത്തും. നൂറു കയ്യിൽ വലിയൊരു കുഞ്ഞുടുപ്പ് കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഓരോ ദിവസങ്ങളിലായി ഇട്ടുകൊടുത്തത്. അവൾക്ക് പലതരം ചെരുപ്പുകൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്.
ഓരോ ദിവസവും ഓരോ മോഡലിൽ അവളങ്ങനെ പുറത്തിറങ്ങി വിലസി തുടങ്ങും. ഉമ്മാമ്മയുടെ സ്വത്തായിരുന്നു അവൾ. ഉമ്മാമ്മ എവിടെയെങ്കിലും ഇരുന്നാൽ അവിടെ ഓടിയെത്തും പുന്നാരം പറയാൻ വേണ്ടി. അതിനിടയിൽ സുറുമിയുടെ ഗർഭത്തിൽ നിന്നും ഒരു VVIP പരിഗണനയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നൂറുവും പാത്തുവും തമ്മിൽ വേർപിരിയാനാവാത്തതുപോലെ ഒന്നിച്ചിരുന്നു. എനിക്ക് വാഴയിലയിൽ ചോറ് തിന്നണം, സുറുമിയുടെ മോഹം. എന്നാൽ പിന്നെ എല്ലാവർക്കും വാഴയിലയിൽ തന്നെ ഒരു സദ്യ ആയിക്കോട്ടെ. എല്ലാവരും സദ്യ ഒരുക്കി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂരെ നിന്നും ഒരു പോലീസ് വാഹനം അങ്ങോട്ട് വരുന്നത് കാണാമായിരുന്നു. നൂറ പതിയെ എഴുന്നേറ്റ് കൈകൾ കഴുകി വൃത്തിയാക്കി വസ്ത്രങ്ങൾ മാറി അവരോടൊപ്പം പോകാൻ തയ്യാറായി. സുറുമിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മെഹ്റു എന്തു ചെയ്യണമെന്നറിയാതെ വേവലാതിയിലായി. പാത്തു നൂറയെ വിടാതെ കവർ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഉപ്പ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പോലീസുകാർ അത്ഭുതത്തോടെ അവളെയും കുഞ്ഞിനെ നോക്കി. സാരല്ല, നാളെ ഒരു 10 മണിയോടെ നിങ്ങൾ ഹാജരായാൽ മതി. ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നൂറ പാത്തുവിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. പോലീസ് വാഹനം അവിടെ നിന്നും മുൻപോട്ട് പോയി. രാത്രിയിൽ പാത്തു നേരത്തെ തന്നെ നൂറയ്ക്കൊപ്പം കൂടിയിരുന്നു. ആനയുടെ കഥകൾ പറഞ്ഞുറക്കാൻ അവൾ നിർബന്ധിച്ചു. മോനെ, ഞാൻ ആരാ മോൻ്റെ? നൂറ അവളോട് ചോദിച്ചു. അവൾ അവളുടെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കി. എൻ്റെ ഉമ്മച്ചി. അപ്പോൾ അതാരാ? അതെൻ്റെ അമ്മായി. ഇതാരാ മോൾക്ക് പറഞ്ഞു തന്നത്? അമ്മായി. അവൾ കെട്ടിപ്പിടിച്ച് പാത്തുവിൻ്റെ മുഖത്തും കവിളിലും ഒത്തിരി ഉമ്മ വെച്ചു. അവൾ ഉണരുന്നതിന് മുന്നേ എന്നെ അവിടെ ഇറക്കിത്തരണം മെഹ്റു. മെഹ്റു ഒന്നും മിണ്ടിയില്ല. എന്താടാ നിനക്കൊരു ഗൗരവം? അവൾ ചോദിച്ചു. മെഹ്റു പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചു. കണ്ണിലും മൂക്കിലും ചുണ്ടിലും ഒക്കെ ചുംബിക്കാൻ തുടങ്ങി. അവൾ അവനെ ഇറുക്കെ പുണർന്നു. നീ പോയാൽ പിന്നെ എനിക്കാരാടി? പഴയ പോലെ ഒറ്റയ്ക്കല്ല, നല്ല കുരുത്തക്കേട് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ട് ഇപ്പോൾ നിൻ്റെ കൂടെ. അതുകൊണ്ട് നോ ടെൻഷൻ. എനിക്ക് നിൻ്റെ നെഞ്ചിൽ കിടക്കണം മെഹ്റു. അവൾ കൈനീട്ടി അവൻ്റെ നെഞ്ചിലേക്ക് കിടന്നു. അവളെ അവൻ തലോടി. ഈ നെഞ്ചിലെ ചൂട് എനിക്കിനി എന്നാണ് കിട്ടുക പടച്ചോനെ? നൂറ സ്വയം വിലപിച്ചു. അവളുടെ കാൽപാദം വരെയുള്ള തലമുടി അവൻ കൂട്ടിപ്പിടിച്ചു മണത്തു. നാളെ അത് മുറിക്കും അവർ. നാളെ മുതൽ വെള്ള നിറവുള്ള ജേഴ്സിയിൽ മൂത്രം മണക്കുന്ന സെല്ലിൽ തടവുകാർക്കൊപ്പം. നമുക്ക് അടുത്ത പ്രാവശ്യം ആ ഹിന്ദിക്കാരൻ്റെ വീട്ടിലൊന്ന് പോകണം മെഹ്റു. അയാളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണം. എല്ലാത്തിനും സമയമുണ്ട് നൂറ. ഇപ്പോൾ നീ എൻ്റേത് മാത്രമായാൽ മതി, വേറൊരു ചിന്തയും വേണ്ട. അവളുടെ കഴുത്തിലൂടെ അവനൊരു നാഗത്തെപ്പോലെ ഇഴഞ്ഞു നടന്നു. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. അവനെ ചേർത്ത് പിടിച്ചു. മുഖത്തും കഴുത്തിലുമൊക്കെ അവൻ്റെ കുറ്റിരോമങ്ങൾ കുത്തിക്കൊണ്ടിരുന്നു. നിറം മങ്ങിയ വോൾട്ടേജ് ബൾബുകളുടെ സ്വിച്ച് മെഹ്റുവിൻ്റെ എത്തിപ്പിടിച്ച വിരലുകൾ അണച്ചു. ചെറിയ ചിരിയും പിണക്കവും ഇണക്കവും ഒക്കെയായി അവരുടെ രാത്രികൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പതിയെ ഉറക്കത്തിലേക്ക് വീണുകൊണ്ടിരുന്ന മെഹ്റുവിനെ അവൾ വിളിച്ചുറത്തി. ഉറങ്ങല്ലടാ, എനിക്കിനിയും സംസാരിക്കണം. എന്താണ് മാഷേ? നാളെ മുതൽ എനിക്ക് ആരോടാണ് സംസാരിക്കാൻ കഴിയുക? ഇന്ന് നേരം വെളുക്കും വരെ എനിക്ക് സംസാരിക്കണം. നിന്നോടുകൂടെ ഇങ്ങനെ കിടക്കണം. മെഹ്റു അവളെ ചേർത്ത് പിടിച്ചു. പറയ്, കേൾക്കട്ടെ, എന്താണ് നിനക്ക് പറയാനുള്ളത്? എനിക്ക് കൊതിയാവുന്നു മെഹ്റു. എനിക്ക് എന്നും ഇങ്ങനെ കിടക്കാൻ, നിൻ്റെ ചൂടേറ്റ്. നമ്മൾ അങ്ങനെയാണല്ലോ എന്നും. ഞാൻ അവിടെ ഒറ്റയ്ക്ക്. എന്തു ചെയ്യാൻ പറ്റും നൂറ നമുക്ക്? ഞാൻ ഇടയ്ക്ക് മോളെയും കൊണ്ട് തന്നെ കാണാൻ വരും. ഒരിക്കലും വരരുത്. എവിടെയോ ജോലിക്ക് പോയി എന്നേ അവൾ അറിയാവൂ. മെഹ്റു മാത്രം വന്നാൽ മതി എന്നെ കാണാൻ. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. നിങ്ങളൊന്നും മിണ്ടാണ്ട് കിടക്കുമോ? എനിക്കൊന്ന് ഉറങ്ങണം. രണ്ടുപേരും ഞെട്ടിപ്പോയി. കുഞ്ഞിപ്പാത്തു റോക്സ് അങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അവർ പരസ്പരം മിണ്ടാതെ ഒരു ബ്ലാങ്കറ്റിനുള്ളിൽ ഒരു ചെറിയ മൊബൈൽ വട്ടത്തിൽ പരസ്പരം നോക്കി. മുഖങ്ങൾ അടുത്തു വന്നു. ലൈറ്റ് നാണം കൊണ്ട് കണ്ണു ചിമ്മി. ചുണ്ടുകൾ ചുണ്ടോട് ചേർത്ത് അവർ ഒന്നിച്ചു. മെഹ്റു അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. എത്ര കാലം കഴിഞ്ഞാലും നീ എൻ്റേത് മാത്രമാണ്. നൂറ അവനെ ചേർത്ത് പിടിച്ചു. ഈ ഭൂമിയിൽ എൻ്റെ സ്വന്തം എന്ന് പറയാൻ എനിക്കുള്ളത് നിങ്ങളാണ്. കാത്തിരിക്കണം. എൻ്റെ ഓരോ ശ്വാസവും നിനക്ക് വേണ്ടിയുള്ളതാണ്. അവർ അങ്ങനെ പ്രണയം കൊണ്ടൊരു തുലാഭാരം നടത്തുമ്പോൾ മാനത്തെ അമ്പിളിമാമൻ നക്ഷത്രങ്ങളെ നോക്കി കണ്ണുകൾ അടച്ചു കാണിച്ചു. ഇതാവും യഥാർത്ഥ പ്രണയം. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ അവസാനിക്കുകയാണ്. ഒത്തിരി സ്നേഹം അവസാന ദിവസങ്ങൾ കൊണ്ട് എന്നോടൊപ്പം ഇത്രയും നേരം ഓടിയെത്തിയ എല്ലാ പാട്ടിലും കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഒത്തിരി സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും. നാളെ മുതൽ നമ്മളൊരു പുതിയ നോവലുമായിട്ട് വരികയാണ്. നമ്മളോടൊപ്പം ഉണ്ടാവണം. മെഹ്റുവിനെയും
നൂറയെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ചതുപോലെ ഇനിയും കഥാപാത്രങ്ങൾ ഒത്തിരി ഉണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ വേണം. അൺലിമിറ്റഡ് കഥകൾ ആസ്വദിക്കുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തുക, കൂടെ ഉണ്ടാവുക. വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം, ബൈ.